ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ വലിയ പെരുന്നാളിൻ്റെ വ്ളോഗിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ തന്നെ അടുക്കളയ്ക്ക് എത്തിക്കും കേട്ടോ. ആശി കുളിക്കാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ്. കിച്ചണിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. പഴം പുഴുങ്ങിയതും ചായയാണ്. പിന്നെ ഒരു പള്ളിയിൽ നിന്ന് തിരിഞ്ഞു വരുമ്പോഴത്തേനും ഫുഡ് ആവുമല്ലോ, അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാന്ന്. എൻ്റെ സൗണ്ട് നല്ലോണം മാറിയിട്ടുണ്ട്, കാരണം എനിക്ക് ജലദോഷം പിടിച്ചിട്ടോ പെരുന്നാൾക്ക്. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ 2 ദിവസം മുന്നേ വരെ എനിക്ക് തീരെ സൗണ്ട് ഇല്ലേനു. ഇപ്പോൾ ഒന്ന് സൗണ്ട് കിട്ടി വന്നതാണ്. നമുക്ക് കിച്ചണിലുള്ള പണി എന്താ വെച്ചാൽ തലേന്ന് ബീഫ് വെച്ചിനു, അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കണം. പിന്നെ ബിരിയാണിക്കുള്ളതൊക്കെ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചാണ്ടാണ് കേട്ടോ കിടന്നത്. അപ്പം ഇനി ബിരിയാണി ഉണ്ടാക്കിയാൽ മാത്രം ഞാൻ ബീഫ് തൂമിക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഫെമി അകത്ത് അടിച്ചു വാരി തുടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുക്കളയിൽ പിന്നെ ഞാനും ഉമ്മ എടുക്കാനുള്ള പണിയുള്ളൂ. അപ്പോൾ പിന്നെ ഫെമി അവിടെ അടിച്ചു വാരി തുടക്കാണ്. പെട്ടെന്ന് കഴിച്ചാൽ പിന്നെ നമുക്ക് പോവാനുള്ളടത്ത് പെട്ടെന്ന് പോയി വരാമല്ലോ എന്ന് കരുതിയിട്ടോ. അങ്ങനെ ഇവിടെ ബീഫ് അവിടെ തൂമിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇമ്മ മസാല ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ചിക്കനൊക്കെ ഇന്നലെ തന്നെ പൊരിച്ചുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ആ പണിമക്കൊന്നും തിരണ്ടില്ലേനു. നേരെ ഇന്നലെ അരിഞ്ഞു വെച്ചതൊക്കെ ഒന്ന് വയറ്റിയെടുക്കുക എന്നുള്ള പരിപാടി മാത്രമുള്ളൂ. ഇനി പിന്നെ നെയ്ച്ചോറ് വേറെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകയാണ് കേട്ടോ ബിരിയാണി. അതിന് ഐസ് ഇവിടെ നീച്ച് വന്നിട്ടുണ്ട്. ഓനക്കും ഉണ്ട് കേട്ടോ ജലദോഷം. ഓനെ പള്ളിക്ക് പറഞ്ഞേക്കണം എന്നൊക്കെ വിചാരിച്ചിനു, പക്ഷേ ജലദോഷം പിടിച്ചുകൊണ്ട് പള്ളിയിൽ പോലെ ടാസ്ക് കേക്ക്. പിന്നെ ആഷിയാഫിലൂടെ ജ്യൂസ് അടിച്ചാൽ ഒരുക്കത്തിലാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ പായസം ഉണ്ടാക്കലില്ല പെരുന്നാൾക്ക്, ജ്യൂസ് ഉണ്ടാക്കല്. അപ്പാപ്പാനും മൂത്തപ്പാൻ്റെ ഒക്കെ വീട് തട്ടതായന കേട്ടോ. അവിടെയൊക്കെ കയറിയിട്ട് എല്ലാവരും വരും. അവിടുന്ന് പായസം കുടിച്ച് എത്തുമ്പോഴത്തേനും ആർക്കും പായസത്തിന് ഒരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ജ്യൂസ് ആയിട്ട് ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് പോകാൻ റെഡി ആയിട്ട് ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത് കളറാക്കാൻ പൂത്തിരി കത്തിക്കുന്നുണ്ട് കേട്ടോ. തലേന്ന് കൊണ്ടുവന്ന് വെച്ചത് ഇവരിതാ പള്ളിക്ക് യാത്രയൊക്കെ പറഞ്ഞിറങ്ങാൻ കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ചെറിയ ഇഞ്ചുറി പറ്റിയതാണ്. തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് പാരെടുത്തപ്പം ചെറുതായിട്ടൊന്ന് കൈക്ക് കൊണ്ടതാണ്. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് പൊസസീവ്നെസ്സിന്റെ ഒരു അവസ്ഥാന്തരാണ് കേട്ടോ. ഹൈസൂന് ആശയാരും കെട്ടിപ്പിടിച്ചതും കൈയെടുക്കണതൊന്നും പറ്റൂല. പറഞ്ഞാൽ നേരം ഉമ്മാനൊന്ന് കെട്ടിപ്പിടിച്ചതിനാണ് ഈ പുകില് മുഴുവൻ ഉണ്ടാക്കിയത്. വന്ന ഉടനൊക്കെ ഞാൻ തന്നെ അടുത്തിരുന്നാൽ അത് എനിക്ക് പറ്റൂല. ഇപ്പൊ ഞാനൊക്കെയാണ്, പക്ഷെ ഉമ്മ അപ്പ അഫ്ലു ഓലൊന്നും അടുപ്പിച്ചൂല കേട്ടോ. എപ്പോഴും അടുപ്പിക്കൂല എന്നല്ല, ഇങ്ങനെ കെട്ടിപ്പിടിച്ചാലും കൈ കൊടുക്കാനൊന്നും പറ്റൂല. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആരും കെട്ടിപ്പിടിച്ചാലും കൈയെടുക്കാനൊന്നും പറ്റൂല. പിന്നെ കുറെ ഓല കൂടെ പോവാണ് പറഞ്ഞ് കണ്ട് തൂങ്ങിയോണ്ടിരിക്കാണ്. ഓല എങ്ങനെയായിട്ടും വിടണില്ല കേട്ടോ. അപ്പൊ ഫെമിയ എന്തൊക്കെയാ പറഞ്ഞ് സോപ്പിട്ടാണ്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ്. അങ്ങനെ ഓല് 3 ആളും നിസ്കാരത്തിന് പോയി. പിന്നെ ഞങ്ങൾ കിച്ചണിക്ക് തന്നെ വന്നു. ഇനി കിച്ചണിൽ കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. ഇത് ഇന്നലെ ടച്ചാറാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി എടുക്കുന്നുണ്ട്. കിച്ചണിൽ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി ക്ലീനിങ് ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തൊക്കെയുണ്ട്. ഫെമി അവിടെ തുടച്ച് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അടിച്ചുവാരി തുടച്ചാൽ പരിപാടി കഴിഞ്ഞു. കിച്ചണും കൂടെ ഒന്ന് അടിച്ചുവാരി തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ കുളിച്ച് മാറ്റിട്ടോ. ഇത് കുളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സാണ്. നമ്മളെ ഫെയ്ഡ് ഫിറ്റിലെ ഡ്രസ്സ് തന്നെയാണ്. ഫെമിക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടുള്ളത്. പിന്നെ ഞങ്ങളെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നിസ്കാരത്തിന് പോയവരൊക്കെ വന്നു. ഫുഡൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ബിരിയാണിയും ബീഫും ഒക്കെ സെറ്റായി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഒന്ന് കഴിക്കായിരുന്നു. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയൽവക്കത്തെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. എൻ്റെ കയ്യിൽ ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാലിട്ട് മൈലാഞ്ചി ഇട്ടുന്നത്. വേറെ തലേന്ന് ഞാൻ മൈലാഞ്ചി ഇട്ടീനു, പക്ഷെ ചെറുതായിട്ടൊന്ന് പണിട്ടി. പഴയൊരു ട്യൂബ് ഉണ്ടായിരുന്നു ഇവിടെ, അത് വെച്ചാണ് ഇട്ടത്. രാവിലെ നീച്ച് നോക്കുമ്പോൾ ഒന്നും ചോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത് വീണ്ടും ഞങ്ങൾ അയൽവക്കത്തൊക്കെ പോയി വന്നപ്പോൾ ഉമ്മയും അനിയനും മൂത്തമ്മയും വേറൊരു മൂത്തമ്മാൻ്റെ മോളും എല്ലാവരും കൂടെ വന്നിട്ടോ. അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഒരു ഫുഡൊക്കെ കഴിച്ച് പോയി. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഇനി നാത്തൂൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം. പിന്നെ അതേപോലെ ഉമ്മാൻ്റെ അനിയത്തിമാരുടെ അടുത്തേക്കൊക്കെ ഒന്ന് ഫെമി അഫ്ലു ഇപ്പം ഫെമിൻ്റെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോവാണ്ട്, ഓളെ താത്താൻ്റെയും അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലത്ത് പോവാണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇറങ്ങണം. പിന്നെ നേരത്തെ ഫസ്റ്റ് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ആദ്യം പോയത്. അവിടുന്ന് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വേറെ അനിയത്തിൻ്റെ വീട്ടിൽ. അങ്ങനെ ഏകദേശം എല്ലായിടത്തും വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നെസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോവാനുള്ളത്. വീട്ടിലേക്ക് ഫെമി അഫ്ലു ഉണ്ട് കേട്ടോ ഞങ്ങളെ കൂടെ. ഏകദേശം വൈകുന്നേരം ആയി തുടങ്ങുന്നുണ്ട്. തിരിച്ചു പോരുമ്പം നെസിനെയും കൂട്ടിയാണ്ടാണ് കേട്ടോ വരാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഏതായാലും ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാട്ടെൻ്റെ മൈലാഞ്ചി രാവിലെ ഇട്ടത് ഏകദേശമൊക്കെ ചോത്തുകണു. രാത്രി ആയപ്പോൾ നല്ലോണം ചോത്തിനു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെസിൻ്റെ വീട്ടിലെത്തി. അവിടെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ പിന്നെ നെസ്സിനായിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.